ഡാറ്റ അനലിറ്റിക്സിനെ പറ്റി ആളുകൾ പറയാറുള്ളത് ഹൈ ഡിമാൻഡ്, ഹൈ സാലറി, അമേസിംഗ് കരിയർ ഗ്രോത്ത് എന്നുള്ളതാണ്. ഇതെല്ലാം സത്യം തന്നെയാണ്. എന്നാൽ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളത് ആരും പറഞ്ഞു തരാറുമില്ല, ചിന്തിക്കാറുമില്ല. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ജോഷ്. ഞാൻ എഡ്യൂറിലെ ഡാറ്റ അനലിറ്റിക്സ് ട്രെയിനറാണ്. നിങ്ങളൊരു ബിഗിനറാണ്, പക്ഷേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഏത് ടൂൾസ് തുടങ്ങണം, ഏത് സ്കിൽസ് ഏൺ ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ ഡാറ്റ അനലിറ്റിക്സിൻ്റെ ബേസിക് തൊട്ട് അഡ്വാൻസ് വരെയുള്ള ടൂൾസിൻ്റെ എൻ്റെ റോഡ് മാപ്പ് അവൈലബിൾ ആണ്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എന്താണ് ഡാറ്റ അനാലിസ്റ്റ്, അല്ലെങ്കിൽ ഏതൊക്കെ ജോബ് റോൾസ് ആണ്, ഏതൊക്കെ ടൂൾസുകളാണ് ഒരു ഡാറ്റ അനലിസ്റ്റ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ ഒരു ടൂളാണ് എക്സൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ടൂൾ. സോ ഇതാണ് എക്സൽ എന്ന് പറയുന്ന ടൂളിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഫസ്റ്റലി നമുക്ക് എന്തിനാണ് എക്സൽ എന്ന് പറയുന്നത് ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് അതിൻ്റെ ആൻസറാണ് നമുക്ക് അറിയേണ്ടത്. സോ വൈ എക്സൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളിൽപ്പെട്ട ഒരു ടൂളാണ് എക്സൽ എന്ന് പറയുന്നത്. മാത്രമല്ല നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഈ എക്സൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഡാറ്റ റീഡ് ചെയ്യുക അല്ലെങ്കിൽ പാറ്റേൺ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല ഒരു എക്സലിൻ്റെ യൂസ് എന്ന് പറയുന്നത്. നമുക്ക് ഡാറ്റ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡാറ്റനെ മാത്രം നമുക്ക് ഫെച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിക്ക് ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നമുക്ക് ഈ ഒരു എക്സൽ എന്ന് പറയുന്ന ടൂൾ നമുക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരുപാട് ഓട്ടോമേഷൻ നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു എഫക്റ്റീവ് ടൂളാണ് എക്സൽ എന്ന് പറയുന്നത്. ഓട്ടോമേഷൻ എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, മാനുവലി ചെയ്യുന്നത് അല്ലാത്തതിനാണ് നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ സ്റ്റോർ ചെയ്തത് അല്ലെങ്കിൽ സേവ് ചെയ്തിട്ട് പിന്നീട് അതൊരു ആവർത്തന വിരസത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ഓട്ടോമേറ്റ് ചെയ്ത് വെക്കും. അതിനുശേഷം ജസ്റ്റ് ഒരു ബട്ടൺ ക്ലിക്കിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഡെയിലി ചെയ്യുന്ന ടാസ്കുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനുവലി അല്ലാതെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇവിടെ ഓട്ടോമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഫോർകാസ്റ്റിംഗ്, നമുക്ക് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ, അതല്ലെങ്കിൽ നമ്മൾ പ്രിസ്ക്രിപ്റ്റീവ്, ഡയഗ്നോസ്റ്റിക്, ഡിസ്ക്രിപ്റ്റീവ് എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനാലിസിസ് പറഞ്ഞ സമയത്ത് ആ ഓരോ അനാലിസിസുകളിലും ഉള്ള അതിൽ ഏതൊക്കെ ടൂൾസുകൾ അപ്ലൈ ചെയ്യണം, എന്തൊക്കെ ഫങ്ഷൻസ് അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ സമയത്തും അതിലുള്ള ഓരോ അനാലിസിസിനും വേണ്ടിയിട്ടുള്ള ഓരോ ഫങ്ഷൻസ് നമുക്ക് എക്സലിലും അവൈലബിൾ ആണ്. ഓക്കെ, സോ അതേപോലെ തന്നെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള വലിയ ഒരു ഡാറ്റനെ സമ്മറൈസ് ചെയ്തിട്ട്, ഓക്കെ, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് പറഞ്ഞ സമയത്ത് വലിയ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റനെ സമ്മറൈസ് ചെയ്തിട്ട് ഏറ്റവും ഷോർട്ട് ഫോർമാറ്റിൽ, ഒരു വിഷ്വലൈസ്ഡ് ഫോർമാറ്റിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റനെ അറേഞ്ച് ചെയ്യാനും ഈ ഒരു എക്സൽ എന്ന് പറയുന്ന ടൂള് നമുക്ക് യൂസ്ഫുൾ ആണ്. സോ ഫസ്റ്റ് നമുക്ക് ഈ ഒരു എക്സലിൻ്റെ ഇൻ്റർഫേസിലോട്ട് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ്ലി നമുക്ക് ഇതാണ് ഈ ഒരു എക്സലിൻ്റെ ഒരു വൈറ്റ് സ്പേസ് ആണ് നമുക്ക് എക്സലിൻ്റെ ക്യാൻവാസ് എന്ന് പറയുന്നത്. ക്യാൻവാസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത് ഇതേപോലുള്ള കോളംസ്, ABCD എന്നൊക്കെ പറയുന്നതാണ് കോളംസ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഫീൽഡ് എന്നും നമ്മൾ പറയും. 1, 2, 3 എന്നുള്ളതൊക്കെയാണ് നമ്മൾ റോസ്, അതല്ലെങ്കിൽ കോളംസ് ഉള്ളത്. റോസ് അതല്ലെങ്കിൽ റെക്കോർഡ്സ്. ഇതേപോലുള്ള ഈ കോളംസിൻ്റെയും റോസിൻ്റെയും ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. ഈ ഒരു സെക്ഷനാണ് നമ്മൾ, ഇൻ്റർസെക്ഷൻ സെക്ഷനാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. സെല്ലിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്, എക്സലിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന ഒരു കണ്ടെയ്നറിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇൻ്റർസെക്ഷൻ ഓഫ് റോസ് ആൻഡ് കോളംസ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനിലൂടെ നമ്മൾ സെല്ലിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിലും, യഥാർത്ഥത്തിൽ ഒരു സെല്ലിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വാല്യൂസ്, അല്ലെങ്കിൽ എക്സലിൽ വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ഉണ്ടാവും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു കണ്ടെയ്നറിനെയാണ് നമ്മൾ സെൽ എന്ന് പറയാം. സെല്ലിലോട്ട് നമുക്ക് വരാം. അതേപോലെ തന്നെ നമുക്കിവിടെ ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട് എന്നൊക്കെ പറയുന്ന ടാബുകൾ നമുക്ക് എക്സലിൽ ഇതിനെ നമ്മൾ ടാബ് എന്നാണ് പറയാം. ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, ഫോർമുലാസ്, ഡാറ്റ. ഹോം എന്ന് പറയുന്ന ടാബിൻ്റെ അണ്ടറിൽ ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, അലൈൻമെൻറ്റ്, നമ്പർ എന്നൊക്കെ പറയുന്ന റിബൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു റിബൺസിൻ്റെ അണ്ടറിലാണ് ഫങ്ഷൻസ് ഉള്ളത്. ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന റിബണിൻ്റെ അണ്ടറിലാണ് ഇതുപോലുള്ള ഫോർമാറ്റ് പെയിൻറ്റർ,
അതുപോലെ തന്നെ കോപ്പി, കട്ട്, പേസ്റ്റ് എന്നൊക്കെ പറയുന്ന ഫങ്ഷൻസ് നമുക്ക് ഈ ഒരു റിബണിൻ്റെ അണ്ടറിലാണുള്ളത്. അപ്പോൾ ആ ഒരു ഹൈറാർക്കി ലെവലാണ് ടാബ്, റിബണ്, ഫങ്ഷൻസ്. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഷീറ്റ് 1 ഇതിനാണ് നമ്മൾ വർക്ക് ഷീറ്റ് എന്ന് പറയാം. ഈ എൻറ്റയർ ഈ ഒരു സ്ട്രക്ചറിന് നമ്മൾ വർക്ക് ബുക്ക് എന്നാണ് പറയുക. ഈ ഒരു ബുക്ക് 1 അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബുക്ക് 1 അതായത് വർക്ക് ബുക്ക് എന്നാണ് ഇതിന് പറയാം. ഒരുപാട് വർക്ക് ഷീറ്റുകൾ നിങ്ങൾക്ക് ഷീറ്റ് 1 ആണ് ബൈ ഡിഫോൾട്ടായിട്ട് കാണാൻ പറ്റുന്നത്. ജസ്റ്റ് ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷീറ്റ് 2, അതേപോലെ അൺലിമിറ്റഡ് ആയിട്ട് എത്ര വർക്ക് ഷീറ്റുകളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് വർക്ക് ഷീറ്റ് കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്കിവിടെ വർക്ക് ബുക്ക് ക്രിയേറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇൻ്റർഫേസ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ജസ്റ്റ് ഒരു ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ ബേസിക് ഫോർമുലാസ് എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ നമ്മൾ പറഞ്ഞ് എന്താണ് സെൽ എന്നുള്ളത്, വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നറിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. സോ ഇവിടെ അതെങ്ങനെയാണ് ഒരു കണ്ടെയ്നർ ആവുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ ഞാനൊരു ഹലോ എന്ന് പറയുന്ന ഒരു വാല്യൂ, ഇതൊരു ടെക്സ്റ്റാണ്, ഒരു 25 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്, ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. ഒരു 40.6 അല്ലെങ്കിൽ 4.6 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ, ഒരു ഫ്ലോട്ട് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൽപ്പെട്ടതാണ്. എന്താണ് ഡാറ്റ ടൈപ്പ് എന്നുള്ളതൊക്കെ നമ്മൾ വരും സെക്ഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള പല രീതിക്കുള്ള വാല്യൂസ് ഉണ്ട്. സ്ട്രിങ്, അതല്ലെങ്കിൽ ടെക്സ്റ്റ്, ഇൻറ്റീജേഴ്സ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്, അതല്ലെങ്കിൽ ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ളതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ടൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സെല്ലുകളിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതെല്ലാം വാല്യൂസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടതാണ്. ഇവിടെ ഞാൻ ഈ ഡേറ്റ് ഇടാനും ടൈമും എല്ലാം ഒരു ഷോർട്ട് കട്ട് ട്രിക്കിലൂടെയാണ്, നമ്മളൊരു ഷോർട്ട് കട്ടിലൂടെയാണ് ഞാനിവിടെ അത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഷോർട്ട് കട്ട് പഠിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു എക്സൽ സ്പെഷ്യലിസ്റ്റ് ആവാൻ പറ്റുള്ളൂ. കാരണം ഏറ്റവും പെട്ടെന്ന് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു വർക്കിൻ്റെയും മെയിൻ അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ ഏറ്റവും ഒരു നല്ല രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ആക്കുക എന്നതിലുപരി ഏറ്റവും ഫാസ്റ്റായിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷോർട്ട് കട്ട്സുകൾ ഏറ്റവും പ്രധാനപ്പെട്ട എക്സൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട്സുകൾ തന്നെയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. പല രീതിക്കുള്ള ഷോർട്ട് കട്ടുകളുണ്ട്. പൊതുവേ നമ്മൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന കോപ്പി ചെയ്യാനാണെങ്കിൽ Ctrl+C, പേസ്റ്റ് ചെയ്യാനാണെങ്കിൽ Ctrl+V എന്നൊക്കെ പറയുന്ന ഷോർട്ട് കട്ടിനേക്കാൾ ഉപരി നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട്സുകൾ എക്സലിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കീബോർഡ് മാത്രം യൂസ് ചെയ്തിട്ട് എക്സലിനെ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ചും കൂടെ എക്സലിൽ എക്സ്പേർട്ട് ആവുന്നത് പെട്ട ഒരു കാര്യം തന്നെയാണ്. മൗസ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് കോളം സെലക്ട് ചെയ്യാനോ സെല്ലുകൾ സെലക്ട് ചെയ്യാനോ എന്നതിനപ്പുറം, അല്ലെങ്കിൽ എൻ്റയർ ഷീറ്റിനെ സെലക്ട് ചെയ്യാനോ എന്നതിലപ്പുറം കീബോർഡ് മാത്രം യൂസ് ചെയ്തിട്ട് ഒരു എക്സൽ സ്പെഷ്യലിസ്റ്റിന് എക്സൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായി എന്ന് കാണിക്കുന്നത്. സോ അതിന് നമ്മൾ ഒരുപാട് ഷോർട്ട് കട്ടുകൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതെല്ലാം നമ്മൾ എക്സലിൻ്റെ ഒരു വീഡിയോ, ഒരു സെക്ഷൻ, ഒരു ഫുൾ റെക്കോർഡ് വീഡിയോ നമ്മൾ എക്സലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾ എന്തായാലും കാണണം, ഏതൊക്കെ ഷോർട്ട് കട്ട്സുകളാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ഇവിടെ ഞാൻ ഈ വാല്യൂസ്, ഹലോ എന്ന് പറയുന്ന വാല്യൂ C6 എന്ന് പറയുന്ന സെല്ലിലാണ് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. 25 എന്ന് പറയുന്ന വാല്യൂ C7 എന്ന് പറയുന്ന സെല്ലിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. 4.6 ആണെങ്കിൽ C8, ഈ ഒരു ഡേറ്റ് ആണെങ്കിൽ C9, ഈ ഒരു ടൈം ആണെങ്കിൽ C10 എന്നൊക്കെ പറയുന്ന സെല്ലുകളിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുള്ളത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു പെൻ ഡ്രൈവ് അതല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് എടുത്തിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കേസിൽ നമ്മൾ ആ ഒരു മെമ്മറി കാർഡാണ് പിന്നീട് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. നമുക്ക് അതിലുള്ള ഡോക്യുമെൻറ്റ്സോ അതല്ലെങ്കിൽ അതിലുള്ള വീഡിയോസോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ മെമ്മറി കാർഡാണ് പിന്നെ നമ്മൾ റീയൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാനിവിടെ ഹലോ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് C6 എന്ന് പറയുന്ന സെല്ലിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ C6 എന്ന് പറയുന്ന സെല്ലിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം, ഈ ഹലോ എന്ന് പറയുന്ന ടെക്സ്റ്റ് കിട്ടണം. അതാണ് അതിന് ജസ്റ്റ് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. സെല്ലിൽ തന്നെയാണോ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്, അല്ലെങ്കിൽ വാല്യൂ സെല്ല് യൂസ് ചെയ്യുന്നത് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി തന്നെയാണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സോ അത് ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് C6 എന്ന് പറയുന്ന സെല്ലിനെ ജസ്റ്റ് ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് എക്സലിൽ ഏതൊരു ഫോർമുലാസും അല്ലെങ്കിൽ ഏതൊരു സെല്ലിനെയും കോൾ ചെയ്യുന്നത്.
സോ ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് C6 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ, ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ C6 എന്ന് പറയുന്ന സെല്ലിൽ എന്താണോ വാല്യൂ അത് നമുക്കിവിടെ കിട്ടും. അതേപോലെ എനിക്കിപ്പോൾ C7 വാല്യൂ ആണ് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു C7 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ C7 എന്ന് പറയുന്ന സെല്ലിൽ എന്ത് വാല്യൂ ആണുള്ളത് അത് നമുക്കിവിടെ കിട്ടും. സോ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, വാല്യൂസ് സ്റ്റോർ ചെയ്യുന്ന ഒരു കണ്ടെയ്നറിനെയാണ് നമ്മൾ സെല്ലെന്ന് പറയുക. ആ സെല്ലിനെ നമ്മൾ എവിടെ കോൾ ചെയ്ത് കഴിഞ്ഞാലും എവിടെ വിളിച്ചു കഴിഞ്ഞാലും ആ സെല്ലിൽ എന്താണോ വാല്യൂ ഉള്ളത് ആ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് സെൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദെൻ മറ്റു എക്സലിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫീച്ചേഴ്സിൽ പെട്ടതാണ് പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് അതിന് മുന്നായിട്ട് ഒരു ഷോർട്ട് കട്ട്, ഇപ്പോൾ Ctrl+C Ctrl+V എന്നൊക്കെ പറയുന്ന പോപ്പുലർ ആയിട്ടുള്ള ഷോർട്ട് കട്ടിന് പുറമെ എക്സലിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ട്സുകൾ, ഓരോ ഫങ്ഷൻസിനും ഓരോ ടൂൾസിനും നിങ്ങൾക്ക് ഓരോ ഷോർട്ട് കട്ടുകൾ കിട്ടും. ജസ്റ്റ് ഒരു ബേസിക് എക്സാമ്പിൾ പറഞ്ഞാൽ Alt എന്ന് പറയുന്ന നമ്മൾ കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഓരോ ടാബിനും ഉള്ള ഷോർട്ട് കട്ടുകൾ. ഇപ്പോൾ ഇൻസേർട്ട് ആണെങ്കിൽ N, പേജ് ലേഔട്ട് എന്ന് പറയുന്ന ടാബിലോട്ടാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ P, ഫോർമുലാസ് എന്ന് പറയുന്ന ടാബിലോട്ടാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ M, അതുപോലെ തന്നെ ഡാറ്റ എന്ന് പറയുന്ന ടാബിലോട്ടാണെങ്കിൽ A. അപ്പോൾ എനിക്ക് റിവ്യൂ എന്ന് പറയുന്ന ടാബിലോട്ടാണെങ്കിൽ R പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യും, റിവ്യൂ എന്ന് പറയുന്ന ടാബിലോട്ട് പോകും. അവിടെ തന്നെ ഓരോ ഫങ്ഷൻസിനും ഓരോ ടൂൾസിനും നിങ്ങൾക്ക് ഓരോ ഷോർട്ട് കട്ടുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ന്യൂ കമൻറ്റ് എന്ന് പറയുന്ന ഒരു കമൻറ്റ് ആഡ് ചെയ്യാനാണെങ്കിൽ C എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കമൻറ്റ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും ആ ഒരു പെർട്ടിക്കുലർ സെല്ലിന്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഷോർട്ട് കട്ട്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സെക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ നമ്മുടെ അടുത്ത ഫീച്ചേഴ്സ് നമുക്ക് പറയുകയാണെങ്കിൽ 1 by 1 ഫീച്ചേഴ്സ് നമുക്കിവിടെ പറയാം. നമ്മൾ പ്രാക്ടിക്കലി അത് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ എൻ്റയർ കോഴ്സ് വീഡിയോസിൽ തന്നെ ആയിരിക്കും. സോ എന്തൊക്കെയാണ് എക്സലിലെ യൂസുകൾ, എക്സലിലെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇനി നമ്മളിതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറയുന്ന ഫീച്ചർ എന്ന് പറയുന്നത് പിവറ്റ് ടേബിൾ എന്ന് പറയുന്ന, ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിനകത്തുള്ള പിവറ്റ് ടേബിൾ എന്ന് പറയുന്ന ഫീച്ചറാണ്. എക്സലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫങ്ഷൻ്റെ ജസ്റ്റ് അവിടെ ഒരു ഹോവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, കേഴ്സർ വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഫങ്ഷൻ്റെ യൂസ് എന്താണ്, എന്തിനാണത് യൂസ് ചെയ്യുന്നത് കറക്റ്റ് ഇൻഫോർമേഷൻ നമുക്കിവിടെ കിട്ടും. ടെൽ മീ മോർ എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് വിത്ത് യൂട്യൂബിൽ ക്ലാസ് അടക്കം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, സോ പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ പറയുന്നുണ്ട് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ഡാറ്റനെ സമ്മറൈസ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് പോലെ ആക്കുന്നതിനാണ് നമ്മൾ പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത്. ഈ ഒരു പിവറ്റ് ടേബിളിൻ്റെ യൂസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ മറ്റു ടൂൾസുകളിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് പിവറ്റ് ടേബിൾ ഇല്ലാതെയാണ് നമ്മൾ വിഷ്വൽസും ചാർട്ടും ഗ്രാഫുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് എക്സലിൻ്റെ കേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ പിവറ്റ് ടേബിൾ എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ട് ഒരു ടാബിൾ പോലെ ആക്കിയതിന് ശേഷം, ജസ്റ്റ് പിവറ്റ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാബിൾ പോലെ തന്നെ, ടാബിൾ പോലെ കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ ടാബിളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വിഷ്വലിലോട്ടോ അല്ലെങ്കിൽ ചാർട്ടിലോട്ടോ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വലിയൊരു ഡാറ്റനെ സമ്മറൈസ് ചെയ്തിട്ട് ഏറ്റവും ഷോർട്ട് ഫോമിൽ നമ്മളൊരു കഥ സമ്മറൈസ് ചെയ്യുക എന്ന്, സമ്മറി കാണുക എന്നുള്ളതൊക്കെ നമ്മൾ പണ്ട് ചെയ്തതാണ്. ഒരു സ്റ്റോറീൻ്റെ സമ്മറി എഴുതുക, അതല്ലെങ്കിൽ ഒരു പോയത്തിൻ്റെ സമ്മറി എഴുതുക എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ ചെയ്തിട്ടുള്ളത് ഒരിക്കലും അതിൻ്റെ മീനിങ്, ആ ഒരു പോയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിൻ്റെ മീനിങ് കളയാതെ, അതല്ലെങ്കിൽ അതിൻ്റെ തീം കളയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഏറ്റവും ഷോർട്ട് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നടത്തേണ്ടത്. വലിയൊരു ഡാറ്റ, കോംപ്ലക്സ് ആയിട്ടുള്ള തൗസൻഡ്സോ അല്ലെങ്കിൽ ലാക്സ് ഓഫ് റെക്കോർഡ്സ് ഉള്ള ഒരു ഡാറ്റനെ അതിൻ്റെ മീനിങ് ഒട്ടും തന്നെ കളയാതെ ഏറ്റവും ഷോർട്ട് ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതാണ് പിവറ്റ് ടേബിൾ എന്ന് പറയുന്ന ടൂളിൻ്റെ യൂസ് എന്ന് പറയുന്നത്. സോ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ് പിവറ്റ് ടേബിൾ എന്ന് പറയുന്ന ടൂൾ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ ഹോം എന്ന് പറയുന്ന ടാബിൽ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ടൂൾ. കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന പവർ BI, ടാബ്ലോ ഒക്കെ പറയുന്ന ടൂൾസിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് എക്സലിലാണ്. ഓക്കെ, കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൻ്റെ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു വേർഡിൽ തന്നെ ഉണ്ട്. ഒരു കണ്ടീഷൻ കൊടുത്ത് ആ കണ്ടീഷൻ്റെ ബേസിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുകയാണെങ്കിൽ അവരെ ഒരു ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബോൾഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇറ്റാലിക്കിലോട്ട് കൺവേർട്ട് ചെയ്യാം, കളർ മാറ്റാം, ബോർഡർ മാറ്റാം, അങ്ങനെ അതാണ് ഇവിടെ ഫോർമാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാം, ഇതാണ് ഫോർമാറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തു. കണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിൽസ് എന്ന് പറയുന്ന ഒരു കോളമിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ പറയുകയാണ് സെയിൽസ്
എന്ന് പറയുന്നത് ഒരു 10,000-ന് മുകളിലുള്ള സെയിൽസിനാണെങ്കിൽ ജസ്റ്റ് ഒരു ഫോർമാറ്റ് അപ്ലൈ ചെയ്യാം. ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 10,000 എന്ന് പറയുന്ന അതിന് മുകളിൽ സെയിൽസ് ഉള്ളതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിനാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഡിഫറെൻറ്റ് റൂൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ, ഡിഫറെൻറ്റ് ഷേപ്സിൽ, ഡിഫറെൻറ്റ് ഐക്കൺസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എക്സലിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇതാണ് മറ്റു ഒരു അഡ്വാൻസ്ഡ് ഫീച്ചർ എന്ന് പറയുന്നത്. ദെൻ തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത് ഡാറ്റ എന്ന് പറയുന്ന ടാബിൽ നിങ്ങൾക്ക് കൺസോൾഡേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കാണാൻ പറ്റും. കൺസോൾഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ യൂസ് തന്നെ നിങ്ങൾക്ക് അവിടെ ആ ഒരു ടൂൾ ടിപ്പിൽ ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പല ഡിഫറെൻറ്റ് അതല്ലെങ്കിൽ സെപ്പറേറ്റ് റേഞ്ചസിലുള്ള ഡാറ്റനെ ഒരു സിംഗിൾ റേഞ്ചിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു ഔട്ട്പുട്ട് ഫൈൻഡ് ചെയ്യുക, സമ്മറൈസ്ഡ് ഔട്ട്പുട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കൺസോൾഡേറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ബേസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ കുറച്ച് സ്റ്റുഡൻസിൻ്റെ ഓരോ സെമസ്റ്ററിലെയും മാർക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ സെമസ്റ്ററിൻ്റെയും ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്കുണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ സെമസ്റ്റർ 1, സെമസ്റ്റർ 2 അപ് ടു സെമസ്റ്റർ 4 വരെയുള്ള ഒരു 10 സ്റ്റുഡൻസിൻ്റെ ഒരു 5 വിഷയത്തിൻ്റെ മാർക്സ് നമ്മുടെ അടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ ഈ 5 വിഷയത്തിൻ്റെ 10 സ്റ്റുഡൻസിൻ്റെ 4 സെമസ്റ്ററിൻ്റെ മാർക്ക് നമുക്ക് സമ്മറൈസ് ചെയ്തിട്ട് ഓരോ സ്റ്റുഡൻസിൻ്റെയും ഓരോ സെമസ്റ്റർ അല്ലെങ്കിൽ ഓരോ സ്റ്റുഡൻസിൻ്റെയും 4 സെമസ്റ്ററിലെ ഓരോ വിഷയത്തിൻ്റെയും സമ്മ് കാണണം എന്നുണ്ടെങ്കിൽ, നമ്മൾ പൊതുവേ ഈ ഒരു കൺസോൾഡേറ്റ് എന്ന് പറയുന്ന ടൂൾ ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനെ എടുക്കുന്നു, ആ സ്റ്റുഡൻറ്റിൻ്റെ ഓരോ സെമസ്റ്റർ എടുക്കുന്നു, ആ ഓരോ സെമസ്റ്ററിലെയും ഓരോ വിഷയം തമ്മിൽ നമ്മൾ ആഡ് ചെയ്തിട്ട് അങ്ങനെ 10 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 10 സ്റ്റുഡൻസിൻ്റെയും 5 വിഷയത്തിൻ്റെ 4 സെമസ്റ്ററിൻ്റെയും മാർക്ക് നമ്മൾ മാനുവലി ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്യണം. പക്ഷേ കൺസോൾഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു വലിയ ഒരു ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ടൂൾ ഉള്ളത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫൈൻഡിങ്സ് നമുക്ക് നടത്താൻ പറ്റും. നെക്സ്റ്റ് എക്സൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ എന്താണ് ഡാറ്റ വാലിഡേഷൻ എന്നുള്ളത്? ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു സെല്ലിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡാറ്റ എന്ന് പറയുന്ന ടാബിൽ നമുക്ക് ഡാറ്റ ടൂൾസ് എന്ന് പറയുന്ന റിബൺസിൻ്റെ അണ്ടറിലാണ് ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉള്ളത്. സോ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു സെല്ലിൽ ഏത് വാല്യൂസിനെ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഡേറ്റോ അല്ലെങ്കിൽ ടൈമോ അല്ലെങ്കിൽ ടെക്സ്റ്റോ ഇൻറ്റീജേഴ്സോ ഡെസിമൽ പോയിൻറ്റ്സോ ഏത് ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസ് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നറാണ് സെൽ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു, സെല്ലിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞ സമയത്ത്. ഇവിടെ നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു സെല്ല്, ഈ ഒരു D5 എന്ന് പറയുന്ന സെല്ലിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഒരു ഡേറ്റ് എഴുതാം, അതല്ലെങ്കിൽ ഒരു ടൈം എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം, അതുമല്ലെങ്കിൽ എനിക്കൊരു ടെക്സ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ ഇൻറ്റീജേഴ്സ് വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു കേസിൽ ഈ ഒരു D5 എന്ന് പറയുന്ന സെല്ലിനെ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. എനിക്കിവിടെ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിന് മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്നുള്ള രീതിക്ക് ഈ ഒരു D5 എന്ന് പറയുന്ന സെല്ലിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇത്ര ടൈം ബിറ്റ്വീൻ ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റും അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ടൈമും ഒരു എൻഡിങ് ടൈമും അല്ലെങ്കിൽ എൻഡിങ് ഡേറ്റും ആ ഒരു ലിമിറ്റിൻ്റെ അണ്ടറിലുള്ള ആൾക്കാരെ മാത്രം ഡേറ്റിനെ മാത്രം കൊടുക്കാൻ പറ്റുക. അതല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ്, നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനൊരു 5 നമ്പർ ഓഫ് ക്യാരക്ടേഴ്സുള്ള ടെക്സ്റ്റുകൾ മാത്രമേ ഒരു സെല്ലിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റൂ, അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. അങ്ങനെ പല രീതിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെല്ലിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേപോലെ സെല്ലിനെ വാല്യൂസ് വെച്ചിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് വാല്യൂസ് കൊടുക്കണം എന്നുള്ള രീതിക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ യൂസ്. ജസ്റ്റ് ഒരു ബേസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ D5 എന്ന് പറയുന്ന സെല്ലിനെ തന്നെ നമുക്ക് 1 മുതൽ 10 വരെയുള്ള വാല്യൂസിനെ മാത്രമേ എനിക്ക് ഈ ഒരു D5 എന്ന് പറയുന്ന സെല്ലിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇതിൽ നിങ്ങൾക്ക് അലോ എന്ന് പറയുന്നതിൽ നമുക്ക് എനി വാല്യൂ എന്നുള്ളതാണ് കാണാൻ പറ്റുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഏത് സെല്ലിലും ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ആ ഒരു എനി വാല്യൂ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോൾ നമ്പർ, ഡെസിമൽ, ലിസ്റ്റ്, ഡേറ്റ്, ടൈം, ടെക്സ്റ്റ് ലെങ്ത്, കസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഡാറ്റ ടൈപ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഏത് ഡാറ്റ ടൈപ്പാണ് നമ്മൾ സെലക്ട് ചെയ്യണത്, നമുക്കിപ്പോൾ ഹോൾ നമ്പറിൽ 1 to 10 വരെയുള്ള നമ്പർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യേണ്ടുള്ളൂ,
കൊടുക്കേണ്ടതുള്ളൂ. സോ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഹോൾ നമ്പർ സെലക്ട് ചെയ്തു. അതിനുശേഷം മിനിമം വാല്യൂ മാക്സിമം വാല്യൂ. മിനിമം വാല്യൂ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 1 ആണ് മിനിമം വാല്യൂ, ജസ്റ്റ് 1 കൊടുത്തു. മാക്സിമം വാല്യൂ 10 വരെ, ജസ്റ്റ് ഞാൻ 10 കൊടുത്തു. ദെൻ ഓക്കെ. അതിനുശേഷം ഈ D5 എന്ന് പറയുന്ന സെല്ലിൽ ഞാൻ ജസ്റ്റ് 5 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്. 8 കൊടുത്തു കഴിഞ്ഞാലും ഓക്കെയാണ്. കാരണം എന്താ, ബിറ്റ്വീൻ 1 and 10 ആണെന്ത് 5ഉം 8ഒക്കെ. ഞാൻ ജസ്റ്റ് ഒരു 12 എന്ന് പറയുന്നൊരു വാല്യൂ കൊടുത്തു നോക്കി. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ആ സെല്ല് അവിടെ റെസ്ട്രിക്ഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം നമ്മൾ 1 to 10 എന്ന് പറയുന്ന ഹോൾ നമ്പേഴ്സ് മാത്രമേ കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. 12 എന്ന് പറയുന്നത് ഒരിക്കലും അതിൻ്റെ ഇടയിൽപ്പെട്ട വാല്യൂ അല്ല. സോ നമുക്ക് എന്ത് ചെയ്തു, റെസ്ട്രിക്ഷൻ വന്നു. ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കൊടുത്ത് നോക്കി, ഹലോ എന്ന് പറയുന്നൊരു ടെക്സ്റ്റ് കൊടുത്ത് നോക്കി, അപ്പോഴും നമുക്ക് റെസ്ട്രിക്ഷനാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സെല്ലിനെ ഏത് ഡാറ്റ ടൈപ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത് എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഫങ്ഷൻ ഉണ്ട്. ഇതേപോലെ നമുക്ക് ടൈമും ഡേറ്റും നമ്പർ ഓഫ് ക്യാരക്ടേഴ്സിൻ്റെ ടെക്സ്റ്റ് ലെങ്ത്തും അതേപോലെ തന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച കുറച്ച് സ്ട്രിങ്ങുകളെ മാത്രം ടെക്സ്റ്റുകളെ മാത്രം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെയും ഒക്കെ നമുക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ഒരു ഫങ്ഷനിൽപ്പെട്ടതാണ് എക്സൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഡാറ്റ അനാലിറ്റിക്സ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞതായിരുന്നു 4 types ഓഫ് ഡാറ്റ അനാലിസിസ് ഉണ്ട്. അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായും പറഞ്ഞ ഒരു അനാലിസിസ് ആയിരുന്നു പ്രഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് കറണ്ട് ഡാറ്റ വെച്ചിട്ട് ഫ്യൂച്ചർ ഡാറ്റനെ പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതിനാണ് നമ്മൾ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടേം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു, അതിനെ മെൻഷൻ ചെയ്തിരുന്നു. സോ എങ്ങനെയാണ് എക്സലിൽ ഫോർകാസ്റ്റിംഗ് നടത്തേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് ഡാറ്റ എന്ന് പറയുന്ന ടാബിൽ ഫോർകാസ്റ്റ് എന്ന് പറയുന്ന റിബണിൻ്റെ അണ്ടറിൽ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ കാണാൻ പറ്റും, ഫോർകാസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, ഈ ഒരു ഫോർകാസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ എക്സലിൽ നമ്മൾ പ്രഡിക്റ്റീവ് അനാലിസിസ് നടത്താറ്. ഓക്കെ, ഇനി നമ്മൾ പവർ ബി ഐയും ടാബിളും ഒക്കെ പറയുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്റ്റീവ് അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസും ടൂൾസും കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ എക്സലിൽ നമ്മൾ പ്രൊഡക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന അനാലിസിസ് മെത്തേഡ് നടത്തുന്നത് ഈ ഒരു ഫോർകാസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫോർകാസ്റ്റ് എന്ന് പറയുന്ന റിബൺ അണ്ടറിലുള്ള ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ 4 types ഓഫ് അനാലിസിസിൽ പ്രഡിക്റ്റീവ് അനാലിസിസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതിൽ വേണ്ടിയിട്ട് എക്സലിൽ യൂസ് ചെയ്യുന്ന ടൂളാണ് ഫോർകാസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർമുലാസ് എന്ന് പറയുന്ന ടാബിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോർമുലാസ്, ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഫോർമുലാസ് ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഫിനാൻഷ്യലുമായി ബന്ധപ്പെട്ട നിങ്ങളൊരു ബാങ്കിങ് സെക്ടറിലേക്കോ അല്ലെങ്കിൽ ബാങ്ക് ഇൻഡസ്ട്രീസിലോട്ടൊക്കെയാണ് നിങ്ങൾ വർക്ക് നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അക്കൗണ്ടിങ് മേഖലയിലോട്ടൊക്കെയാണ് നിങ്ങൾ വർക്ക് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസാണ് ഫിനാൻഷ്യൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽസ് കാറ്റഗറീസിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലോജിക്കലായിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ടുള്ള ലോജിക്കൽ ഫങ്ഷൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ലോജിക്കൽ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്നുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട സ്ട്രിങ്ങുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് നമുക്ക് ജസ്റ്റ് ടെക്സ്റ്റിനെ അപ്പർ ലെറ്ററിലോട്ടോ ലോവർ ലെറ്ററിലോട്ടോ കൺവേർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒരു സ്ട്രിങ്ങിൽ നിന്നും കുറച്ച് വാല്യൂസിനോ ക്യാരക്ടേഴ്സിനോ മാത്രം എക്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് യൂസ് ചെയ്യാം. ഡേറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടൈമുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫങ്ഷൻസ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം, അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ഫങ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫങ്ഷൻസ് എന്ന് പറയാം, അതല്ലെങ്കിൽ ഫോർമുലാസ് എന്ന് പറയാം. നമ്മൾ പറഞ്ഞിരുന്നു ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സലിൽ ഫോർമുല അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് കുറച്ച് വാല്യൂസോട് കൊടുത്ത് കുറച്ച് വാല്യൂസ്. സോ എനിക്ക് ഇത്രയും വാല്യൂസിൻ്റെ സമ്മ് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈക്വൽ ടു സം എന്ന് പറയുന്ന അഗ്രിഗേഷൻ ഫംഗ്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. സോ നമ്മൾ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തു, നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ ഏതൊക്കെ വാല്യൂസിൻ്റെ സമ്മാണ് നിങ്ങൾ കാണേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇത്രയും വാല്യൂസിൻ്റെ സമ്മാണ് കാണേണ്ടത്. സോ അത്രയും വാല്യൂസ് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വാല്യൂസിൻ്റെ അല്ലെങ്കിൽ ഈ റേഞ്ച് ഓഫ് വാല്യൂസിൻ്റെ സം റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതേപോലെയാണ് നമ്മൾ ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സലിലുള്ള ഒട്ടുമിക്ക എല്ലാ ഫോർമുലാസും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ദെൻ ലുക്കപ്പ് ആൻഡ് റെഫറൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരുപാട് ലുക്കപ്പ് ഫങ്ഷൻസും അതേപോലെ തന്നെ റെഫറൻസ് ഫങ്ഷൻസും നമുക്കിവിടെ കാണാൻ പറ്റും.
ലുക്കപ്പ് ഫങ്ഷൻസിൽ വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ് എന്നൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ട എക്സൽ അറിയുമെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ബേസിക്കായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസാണ് വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ് എന്നൊക്കെ പറയുന്ന ലുക്കപ്പ് ഫങ്ഷൻസ്. അതുപോലെ തന്നെ റഫറൻസ് ഫങ്ഷൻസ്, സെൽ റഫറൻസ്, അബ്സല്യൂട്ട് റഫറൻസ്, റിലേറ്റീവ് റഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റഫറൻസിങ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതേപോലത്തെ ഫങ്ഷൻസാണ് ഈ ഒരു ലുക്കപ്പ് ആൻഡ് റഫറൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാത്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രിഗണോമെട്രിക്കുമായി ബന്ധപ്പെട്ട ഫങ്ഷൻസ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യണം, അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മാത്ത് ആൻഡ് ട്രിഗർ എന്ന് പറയുന്ന പറയുന്ന കാറ്റഗറിയിൽ പെട്ട ഫങ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അതുമല്ല ജസ്റ്റ് മോർ ഫങ്ഷൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കലുമായി ബന്ധപ്പെട്ട, എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട, ക്യൂബുമായി ബന്ധപ്പെട്ട, ഇൻഫോർമേഷനുമായി ബന്ധപ്പെട്ട, കമ്പാറ്റബിലിറ്റി, വെബുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫങ്ഷൻസ് നമുക്ക് അല്ലെങ്കിൽ ഫോർമുലാസ് നമുക്ക് ഈ ഫോർമുലാസ് എന്ന് പറയുന്ന ടാബിൻ്റെ അണ്ടറിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളൊരു എക്സൽ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫോർമുല വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, എക്സൽ ഡാറ്റനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത്. സോ നമ്മൾ ഇതിലുള്ള ഏത് കാറ്റഗറി പെട്ടുള്ള 1 by 1 ആയിട്ടുള്ള ഫങ്ഷൻസ് അല്ല അല്ലെങ്കിൽ ഫോർമുലാസ് അല്ല, നമ്മൾ നെസ്റ്റഡ് ഫോർമുലാസും അപ്ലൈ ചെയ്യാറുണ്ട്. നെസ്റ്റഡ് ഫോർമുലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമുലേൻ്റെ ഉള്ളിൽ മറ്റൊരു ഫോർമുലയൊക്കെയാണ് നമ്മൾ നെസ്റ്റഡ് ഫോർമുല എന്ന് പറയാം, നെസ്റ്റഡ് ഫോർമുല. സോ നെസ്റ്റഡ് ഫോർമുലാസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഫോർമുലാസ് എന്ന് പറയുന്ന സെക്ഷൻ. ദെൻ എക്സലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ടൂളാണ് പവർ പിവറ്റ് എന്ന് പറയുന്ന ടൂള്. പവർ പിവറ്റ് എന്ന് പറയുന്ന ടൂളിൻ്റെ ഒരു എക്സലിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻസ് ആക്കുന്നത് ഈ ഒരു പവർ പിവറ്റ് എന്ന് പറയുന്ന ടൂളാണ്. അത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ എക്സലിന് ഒരു ലിമിറ്റ് ഉണ്ട്. ജസ്റ്റ് ഞാനൊരു കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ എക്സലിലെ ഏറ്റവും ലാസ്റ്റ് റെക്കോർഡിൻ്റെ ആ ഒരു ഇതിലോട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ജസ്റ്റ് 10,48,576 റെക്കോർഡ്സാണ് എക്സലിലുള്ളത്. അപ്പോൾ ഇതാണ് എക്സലിലെ ഏറ്റവും ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഏറ്റവും ലിമിറ്റ് സെൽ അല്ലെങ്കിൽ ഏറ്റവും ലിമിറ്റഡ് റെക്കോർഡ് അല്ലെങ്കിൽ റോ എന്ന് പറയുന്നത്. ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ആയതുകൊണ്ട് തന്നെ ഡാറ്റ വളരെയധികം വലുതാണ്. 20 lakh 40 lakh എബോവ് ട്രില്യൺ ഡാറ്റാസൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റ വരുന്ന സമയത്ത് ഈ എക്സലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കമ്പാറ്റബിൾ ചെയ്യാൻ പറ്റില്ല, എക്സലിൽ നമുക്കത് കൊള്ളിക്കാൻ പറ്റില്ല. സോ അത്തരം കേസുകളിൽ നമ്മൾ ഈ എക്സൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഡാറ്റ മാനിപ്പുലേഷൻസോ അതല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ടോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 20 lakh റെക്കോർഡ്സുള്ള ഡാറ്റനെ നമുക്കൊരിക്കലും എക്സലിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. സോ അത്തരം കേസുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സലിലുള്ള പവർ പിവറ്റ് എന്ന് പറയുന്ന ടൂളിൻ്റെ ഹെൽപ്പ് നമുക്ക് നോക്കാൻ പറ്റും. സോ പവർ പിവറ്റ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് റേഞ്ചിലുള്ള ഏത് സോഴ്സിൽ നിന്നും നമ്മൾ SQL എന്നൊക്കെ പറയുന്ന ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലുള്ള സ്റ്റോർ ചെയ്യുന്ന ഡാറ്റൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ SQL സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എന്നൊക്കെ പറയുന്നത് ഹൈ സൈസിലുള്ള ഒരു ഡാറ്റ തന്നെ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഹൈ റെക്കോർഡ്സുള്ള 10 lakh 20 lakh 50 lakh ഒക്കെ റെക്കോർഡ്സുള്ള ഡാറ്റാസ് ആയിരിക്കും. അത്തരത്തിലുള്ള ഡാറ്റാസ് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സലിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സോ അത്തരം കേസുകളിൽ ഞങ്ങൾക്ക് പവർ പിവറ്റ് എന്ന് പറയുന്ന ടൂളിൻ്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാൻ പറ്റും, ഏത് സോഴ്സിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റാസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു പവർ പിവറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. മറ്റൊരു യൂസ് എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ പവർ പിവറ്റിന് പകരം നമ്മൾ പിവറ്റ് ടാബിൾ പറഞ്ഞ സമയത്ത്, പിവറ്റ് ടാബിൾ എന്ന് പറയുന്ന ടൂൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ടാബിളിനെ നമ്മൾ സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പിവറ്റ് ടാബിൾ എന്ന് പറയുന്നത്. സോ പിവറ്റ് ടാബിളിൻ്റെ കേസിൽ പിവറ്റ് ടാബിൾ എന്ന് പറയുമ്പോൾ ഒരു ടാബിളിനെയാണ് നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നിൽ കൂടുതൽ ടാബിൾസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ഒന്നിൽ കൂടുതൽ ടാബിൾസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ഈ ഒന്നിൽ കൂടുതൽ ടാബിൾസ് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിവറ്റ് ടാബിൾ അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ സമ്മറൈസ്ഡ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ ഓരോ ടാബിളിൻ്റെയും റിപ്പോർട്ട് നമ്മൾ സെപ്പറേറ്റ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ നമുക്ക് ആ ഒരു കേസല്ല വേണ്ടത്. ചില കേസുകളിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ഒരു സെയിൽസിൻ്റെ കേസാണെങ്കിൽ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ കേസിലാണെങ്കിൽ കസ്റ്റമറിനായിട്ട് ഒരു ടാബിൾ ഉണ്ടാവും, പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടതിന് ഒരു ടാബിൾ ഉണ്ടാവും, അവരുടെ റീജിയൻ അല്ലെങ്കിൽ സ്ഥലവുമായി ബന്ധപ്പെട്ട മറ്റൊരു ടാബിൾ ഉണ്ടാവും. ഓക്കെ, സെയിൽസുമായി ബന്ധപ്പെട്ട വേറൊരു ടാബിളായിരിക്കും. അപ്പോൾ ഈ ടാബിളൊക്കെ യഥാർത്ഥത്തിൽ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കണക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സലിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് പവർ പിവറ്റ് എന്ന് പറയുന്ന ടൂൾ. ഈ പവർ പിവറ്റ് എന്ന് പറയുന്ന ടൂളിൽ വെച്ചിട്ട് നമ്മൾ പ്രൈമറി കീ ഫോറിൻ കീ എന്ന് പറയുന്ന 2 കൺസ്ട്രെയിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, 2 ടാബിൾസ് കണക്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള 2 ടാബിൾസ് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഡാറ്റ മോഡലിംഗ് എന്ന് പറയാം. സോ ജസ്റ്റ് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഡാറ്റ മോഡലിംഗ് നടത്തുന്ന എക്സലിലുള്ള ഒരു ടൂളാണ്
പവർ പിവറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ടാബിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ റിപ്പോർട്ട്സും അല്ലെങ്കിൽ ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യുക. സോ നെക്സ്റ്റ് ഓട്ടോമേഷൻ എന്താണെന്നുള്ളതാണ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന ടാസ്കുകളെ അല്ലെങ്കിൽ റിപ്പീറ്റഡായിട്ട് ചെയ്യുന്ന ടാസ്കുകളെ നമുക്ക് സേവ് ചെയ്ത് നമുക്കതിനെ മാനുവലി നമ്മൾ ചെയ്യുന്നതിന് പകരം നമുക്കത് ഓട്ടോമാറ്റിക് ആക്കുന്നതിനാണ് നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഓട്ടോമേഷൻ പ്രോസസ്സ് എക്സലിൽ നമ്മൾ നടത്തുന്നത് ഡെവലപ്പർ എന്ന് പറയുന്ന ടാബിൻ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ഡെവലപ്പർ എന്ന് പറയുന്ന ടാബ് എങ്ങനെയാണ് ബൈ ഡിഫാൾട്ട് നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെവലപ്പർ എന്ന് പറയുന്ന ടാബ് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളെങ്ങനെയാണ് ഡെവലപ്പർ എന്ന് പറയുന്ന ടാബ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ വരുന്ന വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മാക്രോസ്, വിഷ്വൽ ബേസിക്, റെക്കോർഡ് മാക്രോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷൻ അഥവാ VBA എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സലിൽ ഓട്ടോമേഷൻ നടത്താറ്. എക്സലിൻ്റെ ഒരു ബാക്ക് എൻഡ് ലാംഗ്വേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതാണ് ഈ ഒരു VBA അതല്ലെങ്കിൽ വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലാംഗ്വേജ്. ഈ ലാംഗ്വേജിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എക്സലിൽ ഏത് തരത്തിലുള്ള ഓട്ടോമേഷൻസും നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാറ്. സോ ഓട്ടോമേഷൻ ജസ്റ്റ് ഒരു ബേസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഹൈ അഡ്വാൻസ്ഡ് ഒരു ഓട്ടോമേഷൻ നടത്തുകയാണെങ്കിൽ ഞാനൊരു ഫോൾഡറിലോട്ട് ഒരു ഡാറ്റ ജസ്റ്റ് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്ത് പ്രീ പ്രോസസ്സ് ചെയ്ത് അതിൽ യൂസ് ചെയ്തിട്ടൊരു ഡാഷ്ബോർഡ് അല്ലെങ്കിൽ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അത്രയും ഒരു ഹൈ അഡ്വാൻസ്ഡ് ടാസ്ക് വരെ നമുക്ക് ഓട്ടോമേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് മാനുവലി റീഫ്രഷ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഓട്ടോമേഷൻ റീഫ്രഷ്, ഒരു ഷെഡ്യൂൾ റീഫ്രഷ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പവർ ഓട്ടോമേറ്റ് എന്ന് പറയുന്ന ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ടൂള്, അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒട്ടുമിക്ക പ്രൊഡക്റ്റുകളും നമ്മൾ ഓട്ടോമേഷൻ ചെയ്യാറ്. ആ ഒരു പവർ ഓട്ടോമേറ്റ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് അതുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് മെയിൽ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മറ്റു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ടാസ്കുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് VBA എന്ന് പറയുന്ന ലാംഗ്വേജ്. അതേപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് ഡാറ്റ അനാലിസിസിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ഓട്ടോമേഷൻ നടത്താൻ പറ്റുന്ന ഒരു ടൂളും കൂടെയാണ് ഈ ഒരു VBA എന്ന് പറയുന്നത്. സോ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഹോം എന്ന് പറയുന്ന ടാബിൽ ഫ്ലോ എന്ന് പറയുന്ന പവർ ഓട്ടോമേറ്റ് എന്ന് പറയുന്ന ടൂൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാസ്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ജസ്റ്റ് ഒരു ബട്ടൺ ക്ലിക്കിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സലിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും ഫീച്ചേഴ്സ് മാത്രമല്ല നമുക്ക് എക്സലുള്ളത്. ഇത് ജസ്റ്റ് ഒരു ബേസിക് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് എക്സൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ChatGPT അല്ലെങ്കിൽ മറ്റു AI ടൂൾസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡെയിലി ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ജസ്റ്റ് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡാറ്റ അനാലിസ്റ്റ് വിത്ത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ഹൈലി ഡിമാൻഡഡ് കോഴ്സ് ഉണ്ട്. അവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നതാണ്. നമ്മൾ വരുന്ന ടൂൾസുകളിലും എല്ലാത്തിലും നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ ടൂൾസിലും നമുക്ക് ChatGPT അതല്ലെങ്കിൽ AI ടൂൾസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് മാത്രം കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ChatGPT നമുക്ക് ഈ ഒരു എക്സലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ChatGPT for Excel എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. എന്ത് ChatGPTയിൽ GPT-4 എന്ന് പറയുന്ന ChatGPTൻ്റെ മോഡൽ, അതിലുള്ള എല്ലാ ഫങ്ഷൻസും അതിലുള്ള എല്ലാ ഫീച്ചേഴ്സും അതിലുള്ള എല്ലാ ഫീഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഈ ഒരു എക്സലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നമ്മളിവിടെ ഒരു പ്രാക്ടിക്കലി ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാനൊരു 4 കൺട്രീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ എനിക്ക് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് AI എന്ന് പറയുന്ന ChatGPTൻ്റെ AI എന്ന് പറയുന്ന ഈ ഒരു ഫങ്ഷൻ a.ask എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തു ക്യാപിറ്റൽ ഓഫ് ദീസ് കൺട്രീസ്. ജസ്റ്റ് ഇൻ 1 വേർഡ്. ഇതാണ് എൻ്റെ പ്രോംപ്റ്റ്.
നമുക്ക് പല രീതിക്കുള്ള പ്രോംപ്റ്റും കൊടുക്കാം. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ച് നിങ്ങൾക്കറിയാം ChatGPTയോ അതല്ലെങ്കിൽ ഏതൊരു AI ടൂൾസിലും നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനനുസരിച്ചാണ് നമുക്ക് റിസൾട്ട് കിട്ടുക. ജസ്റ്റ് ഇവിടെ ക്യാപിറ്റൽ ഓഫ് ദിസ് ഇൻ 1 വേർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ജസ്റ്റ് ആ ഒരു സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഫോർമുല കോപ്പി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന കൺട്രീൻ്റെയും ജർമ്മനി എന്ന് പറയുന്ന കൺട്രീൻ്റെയും ക്യാപിറ്റൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സോ ഇതേപോലുള്ള ഒരുപാട് AI ഇൻ്റഗ്രേറ്റഡ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സലിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ജസ്റ്റ് നമുക്ക് ടാബിൾസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് പിവറ്റ് ടേബിളിൻ്റെ സമ്മറൈസേഷൻസ് നമുക്ക് ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമ്മറൈസേഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കോപ്പൈലറ്റ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിൻ്റെ AI ടൂൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സലിൽ ഡാഷ്ബോർഡ് നല്ല കാണാൻ അടിപൊളിയായിട്ടുള്ള നല്ല ഡാഷ്ബോർഡ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പൈലറ്റ് എന്ന് പറയുന്ന AI ടൂൾ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സൽ എന്ന് പറയുന്ന ടൂളിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതല്ലാതെ ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും ഫങ്ഷൻസും കാര്യങ്ങളും ഇനിയും എക്സലുണ്ട്. അതെല്ലാം നമ്മൾ തുടർന്നുള്ള സെക്ഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ എക്സൽ, ടാബ്ലോ, പവർ BI എന്ന് പറയുന്ന BI ഇൻ്റലിജൻസ് ടൂൾ അല്ലെങ്കിൽ BI ടൂൾസ്, ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസ്, എന്തുകൊണ്ട് എക്സൽ, അതിനുശേഷം എന്തുകൊണ്ട് പവർ BI, അതല്ലെങ്കിൽ എന്തിനുണ്ട് ടാബ്ലോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസും അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട്. ഏതൊരു കമ്പനിയും അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനും എല്ലാ ടൂൾസും യൂസ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യില്ല. ഒന്നെങ്കിൽ അവർ പവർ BI, അതല്ലെങ്കിൽ ടാബ്ലോ, അതല്ലെങ്കിൽ എക്സൽ, അവർ പ്രിഫർ ചെയ്യുന്നതിനനുസരിച്ചാണ് അവർ വർക്ക് ചെയ്യുക. സോ ഓരോ ടൂളിനും അതിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നിക്സും മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ എക്സൽ നമ്മൾ പറഞ്ഞു. സോ ദെൻ വൈ പവർ BI എന്നുള്ള സെക്ഷനാണ് നമ്മൾ അടുത്തത്. എക്സൽ ഉണ്ടായിട്ട് തന്നെ എക്സൽ ഇത്രയും ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു, എന്നിട്ടും എന്തുകൊണ്ട് പവർ BI എന്ന് പറയുന്നതിലോട്ടാണ് നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ പറയാൻ പോകുന്നത്. സോ എല്ലാ ഡാറ്റ അനലിറ്റിക്സ് ടൂളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ ഒരു തവണ കണ്ടിട്ട് കാര്യമില്ല, ഓവർ ആൻഡ് ഓവർ വാച്ച് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് കാര്യം. ഈ റോഡ് മാപ്പ് കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്താൽ ഡാറ്റ അനലിറ്റിക്സിൽ നിങ്ങൾക്ക് ഒരു അമേസിംഗ് കരിയർ ബിൽഡ് ചെയ്യാം.